കൂടോത്രത്തിന് പോയ മന്ത്രവാദിക്ക് പ്രയോജനമുണ്ട്, ബൂത്തിൽ പോയ പാർട്ടിക്ക് പ്രയോജനമുണ്ട്. അതാണ് ഈ വിഷയത്തിനകത്ത് സൂചിപ്പിക്കാനായിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ ഏത് കാര്യമായാലും ചെയ്യുമ്പോൾ പലവട്ടം ആലോചിക്കണം. പാർട്ടിക്ക് അതുമൂലമുണ്ടാകുന്ന, പാർട്ടിക്കെന്നല്ല, എങ്ങനെയാണ് പൊതുസമൂഹം ഇതിനെയൊക്കെ നോക്കിക്കാണുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുകൊണ്ടൊക്കെ ആകെയുള്ള ഗുണം എന്താണ്? മന്ത്രവാദിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ടാവും, പാർട്ടിക്കോ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ബൂത്തിലേക്ക് പോവുക. പിന്നെ മാത്രമല്ല, എനിക്കതിനകത്ത് കൗതുകരമായി തോന്നിയത്, ഇനിയിപ്പോൾ 1 വർഷം മുമ്പുള്ളതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കൂടോത്രം കൊള്ളാം. കാരണം കഴിഞ്ഞ തവണ ശ്രീ കെ സുധാകരൻ്റെ ഭൂരിപക്ഷം 1 ലക്ഷത്തിൽ താഴെയായിരുന്നു. ഈ കൂടോത്രം വെച്ചതിന് ശേഷം 1 ലക്ഷത്തിന് മുകളിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കൂടോത്രങ്ങൾ ഇനിയും നല്ലതാണ് എന്നാണ് എനിക്ക് അതിനകത്ത് പറയാനായിട്ടുള്ളത്. കൂടുതലൊന്നും പറയാനില്ല. അല്ല ഞാൻ അല്ലല്ല KPCC അധ്യക്ഷൻ ഇതിനകത്ത് എന്താണ് ചെയ്യാനുള്ളത്? കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടൊന്നുമല്ലല്ലോ കൂടോത്രം വെക്കുന്നത്. അദ്ദേഹം ആരോടെങ്കിലും എന്നാൽ മന്ത്രവാദി എൻ്റെ വീട്ടിൽ കൊണ്ട് 2 കൂടോത്രം വെക്കാൻ പറഞ്ഞിട്ടല്ലോ വെച്ച്. ഇത് വെക്കുന്നവരുടെ മനോഭാവമാണ് പ്രശ്നം. ഇത് കേവലം ഒരു പാർട്ടിയുടെ ഉള്ളിലെ ചർച്ചകൾക്കപ്പുറം ഇതൊരു പൊതുസമക്ഷത്തിലേക്ക് വെക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം 2024 എത്തി നിൽക്കുമ്പോൾ നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ പോലുള്ള കാര്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയുടെ ഭാഗമായി സയൻറ്റിഫിക് ടെമ്പർ ഈ രാജ്യത്ത് വളർത്തണമെന്ന് പറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും നെഹ്റുവിൻ്റെ പിന്മുറക്കാരാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഇങ്ങനെയുള്ള ചില പ്രവണതകളിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ പോകാമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പൊതുസമക്ഷത്തിലേക്ക്, ഇത് ആരാണെങ്കിലും, ഇപ്പോൾ കൊറോണ വന്നപ്പോൾ ഒന്നും ഇവിടെ ഒരു കൂടോത്രക്കാരെ നമ്മളാരും കണ്ടില്ലല്ലോ. ഈ കൂടോത്രക്കാർ, അതായത് ജാതി മത വ്യത്യാസമില്ലാതെ, ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായത്തിന് മാത്രമൊന്നുമല്ല ഈ കൂടോത്രം നടക്കുന്നത്. പല പേരുകളിൽ നടക്കുന്നുണ്ട്, എല്ലാ സമുദായങ്ങളിലും പല പേരുകളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ കൊറോണ വന്നപ്പോൾ ഈ കൂടോത്രക്കാരൊക്കെ മാസ്ക് ഇട്ടും അതുപോലെ തന്നെ സാനിറ്റൈസർ വെച്ച് കൈയൊക്കെ കഴുകിയാണ്, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വെച്ചാണ് ഈ മന്ത്രവാദികളൊക്കെ നടന്നത്. അപ്പോൾ അവർക്ക് ഇത്ര വലിയ മന്ത്രവാദവും കൂടോത്രമൊക്കെ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്നാൽ കൊറോണയുടെ വൈറസിനെ ഓടിച്ചാൽ പോരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് പൊതുജന സമക്ഷത്തിലേക്കാണ് ഞങ്ങൾ വെക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു യാത്രയിലാണ്. ബൂത്ത് തലങ്ങളിൽ സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ക്യാമ്പയിനുമായി യങ് ഇന്ത്യ എന്ന മഹാത്മാഗാന്ധി തുടങ്ങി വെച്ച പത്രം, അന്ന് അദ്ദേഹം പറഞ്ഞത് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയപ്രചരണത്തിൻ്റെ ഭാഗമായാണ് യങ് ഇന്ത്യ പത്രം തുടങ്ങി വെച്ചത്. അപ്പം അങ്ങനെ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിങ്ങനെ കാസർഗോഡ് മുതൽ ഇങ്ങനെ യാത്ര ചെയ്തു വരികയാണ്. അപ്പോഴാണ് ചില ആളുകൾ കൂടോത്രം വെച്ചെന്നാൽ പാർട്ടി ഉണ്ടാക്കാമെന്നും പാർട്ടിയെ നശിപ്പിക്കാമെന്നും നേതാക്കളെ നശിപ്പിക്കാമെന്നും ഒക്കെ വെച്ചാൽ അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണ് എന്നാ പറയാനുള്ളൂ. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും KPCC അധ്യക്ഷന് ഉദ്ദേശമൊന്നുമല്ല. കാരണം KPCC അധ്യക്ഷൻ ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞതുപോലെ 80,000 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം. അത് 1,25,000 കൂടി. ആ കൂടോത്രക്കാരനുണ്ടെങ്കിൽ ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ആളുകളുടെ വീടിന് ചുറ്റും ഇതൊക്കെ വെച്ചാൽ ഉറപ്പായി 140 സീറ്റിൽ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ മതിൽ ചാടി കടന്നു വരണമെങ്കിൽ, CCTV വെട്ടിച്ച് വരണമെങ്കിൽ ഇത് കൃത്യമായിട്ട് അറിയുന്ന ആളുകളായിരിക്കുമല്ലോ. അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഒന്ന്, പാർട്ടിക്കകത്ത് ഇങ്ങനെ ഒരു പ്രവണതയുണ്ടെങ്കിൽ ഇത് നെഹ്റുവിൻ്റെ പാർട്ടിയാണ് എന്ന് അവർ ആദ്യം ഓർക്കണം. 2, ഇത് 2024 ഓർക്കണം. 3, ഈ നാട്ടിൽ ഇത് ഒരു കാലഘട്ടത്തിൽ പിന്നോക്ക ജാതിക്കാർ അമ്പലത്തിൽ കയറി തൊഴുതാൽ അശുദ്ധമാകും എന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും മാറി 2024 നമ്മൾ എത്തി നിൽക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ ചൊവ്വയിലേക്ക് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂടോത്രം വയ്ക്കാൻ പോകുന്ന ആളുകളൊക്കെ നമ്മൾ എന്താണ് പറയുന്നത്? അതുകൊണ്ട് പാർട്ടിക്കകത്ത് ഇങ്ങനെ ഏതെങ്കിലും നേതാക്കന്മാർ ഈ പ്രവണത ഉള്ളവരുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കൂടോത്രം നിർത്തി ബൂത്തിൽ പണി തുടങ്ങണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത്. ഇല്ല, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരം. ഇപ്പൊ ഞാനൊരു അങ്ങനെയല്ല, അത് വ്യക്തിപരമായ വിശ്വാസങ്ങളെ അവിശ്വാസങ്ങളെ അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. ഇപ്പം ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്ന ഒരു വിശ്വാസിയാണ് എന്ന് കരുതി ഞാനൊരു അന്ധവിശ്വാസിയല്ല. അപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം നിർവചിക്കേണ്ടത് അവരവർ തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല.
ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാൾക്ക് നന്നാവാൻ അവരെ ഏത് വിശ്വാസം വേണമെങ്കിലും എടുത്തോട്ടെ. ഇപ്പോൾ എനിക്ക് നന്നാവാൻ ഞാൻ ഏത് തരത്തിലുള്ള വിശ്വാസ സംഹിതയും എനിക്ക് സ്വീകരിക്കാം. പക്ഷെ അതിന് ഒരു വിശ്വാസ സംഹിതയും കൊണ്ട് മറ്റവനെ നശിപ്പിക്കാൻ പോകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ആ വിശ്വാസം അന്ധവിശ്വാസമാണെന്നും ആ വിശ്വാസം ശരിയല്ല എന്നുള്ളതും അത് ഈ നാടിനും ഈ സമൂഹത്തിനും ഇന്നത്തെ കാലഘട്ടത്തിനും ഭൂഷണമല്ല എന്നുള്ളതുമാണ് നമ്മളുടെ നിലപാട്. കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നില്ല. രമേശ് ചെന്നിത്തല ഇന്ന് ഒഴിഞ്ഞു മാറുകയാണ്, പല നേതാക്കളും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. അല്ല, ഇതിനകത്ത് ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രവണതകളുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പത്തനംതിട്ട ജില്ലക്കാരനാണല്ലോ. നരബലിയൊക്കെ വീട്ടിൽ വെച്ച് നടത്തിയ പാർട്ടിക്കാർ അവർ പിന്നീട് നവോത്ഥാനമായിട്ടൊക്കെ പോകുന്നത് കണ്ടു. പിന്നെ എനിക്ക് ഒരു കാര്യത്തിലുള്ളത്, ഇത് ചെയ്തതിന് ഞാനിത് ഏതെങ്കിലും പാർട്ടിക്കാരൻ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും പാർട്ടിക്കാരൻ തന്നെയാണ് ചെയ്തതെങ്കിലും അയാളുടെ ഒരു അറിവില്ലായ്മയോ ശുദ്ധഹൃദയമോ കൊണ്ടായിരിക്കും ഇങ്ങനെ ചെയ്തത്. CPM-ലാണെങ്കിൽ ഇങ്ങനെയല്ലോ, ശത്രു സംഹാരം തന്നെയാണല്ലോ. വാളും ആയുധങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ശത്രു സംഹാരം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം അതൊരു പ്രവണത നിൽക്കുമ്പോഴാണ് ഇവരൊക്കെ ഏറ്റവും മിനിമം ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇതൊക്കെ ഒഴിഞ്ഞു മാറും എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കർ എന്നല്ല പറയേണ്ടത്, അത്രമാത്രം അറിവ് പരിമിതിയുള്ള ആളുകളാണെന്നുള്ള കാര്യത്തിനകത്ത് ഒരാശ്വാസമുണ്ട്. അതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് ഹിംസാത്മകമോ ഒന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രവണതകളും പ്രതിരോധിക്കപ്പെടേണ്ടതാണ്, എതിർക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞല്ലോ, കൃത്യമായി പറഞ്ഞു, ദയവ് ചെയ്ത് ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തൽക്കാലം ബൂത്തിലേക്ക് നമുക്ക് പോകാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കും. കാരണം ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് കോൺഗ്രസിനെയും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും ഒക്കെ ഭരിക്കാനായി. ആ സമയത്ത് അതിനുള്ള സംവിധാനങ്ങളും അതിനുള്ള ട്രാക്കും ഒരുക്കി കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഏതോ കാലഘട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നത് ആശാസ്യമല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടോത്രം കണ്ടെന്ന സ്ഥലത്ത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു വിഷയമുള്ളത്. കോഴിക്കോട് ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികളുടെ ഒരു നേതാവിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുന്ന ആവശ്യപ്പെട്ട് CPM സമരത്തായിരുന്നു. പാർട്ടിയും ആവശ്യപ്പെട്ടിരിക്കുന്നു ആ ഇരയായ യുവതിയോട് ആ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നതാണ് വിവരം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം ഇത് അറിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്? അല്ല, അത്തരത്തിലൊരു വിഷയത്തിനകത്ത് ഇപ്പോൾ CPM സമരം ചെയ്യുക എന്ന് പറയുന്നത്, CPM എന്തിനാണ് സമരം ചെയ്യുന്നത്? ഇപ്പോൾ അവർ സത്യത്തിൽ ആ വിഷയത്തിനകത്ത് അവർ ഇരയാണ്. അപ്പോൾ ആ ഇരയെ ചേർത്ത് പിടിക്കുന്ന സമീപനത്തിന് പകരം അവരെ വളഞ്ഞിട്ട് ആക്ഷേപിക്കുക, അധിക്ഷേപിക്കുക. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭരണാധികാരിയായിരുന്ന ആ പെൺകുട്ടിയെ ഒരു മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട്, അവരുടെ ഓഫീസ് മുറിക്കകത്ത് മണിക്കൂറുകളോളം പൂട്ടിയിട്ട് കേട്ടാലറയ്ക്കുന്ന അസഭ്യവർഷം പറഞ്ഞിട്ട് ഇപ്പുറത്ത് വന്ന് നടത്തവും നവോത്ഥാനവും ഒക്കെ പറയുന്ന ഈ സർക്കാരിനെ എങ്ങനെയാണ് ഈ നാട്ടിലെ സ്ത്രീകൾ വിശ്വസിക്കുക? ആ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതികളിൽ ഏതെങ്കിലും തരത്തിൽ ആ പെൺകുട്ടി ഇരയാണ്. ഇത് വളരെ ബോൾഡായി ഒരു പെൺകുട്ടി പുറത്തേക്ക് വന്ന് അതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആ പെൺകുട്ടിയോട് ഞങ്ങൾ ഐക്യപ്പെടുകയാണ്. അവൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, എല്ലാ രാഷ്ട്രീയ പിന്തുണയും നിയമപരമായ പിന്തുണയും കൊടുക്കും. ഇന്ന് ഞങ്ങൾ അതിനുശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി. ശ്രീമതി അജിത ബീഗത്തോട് സംസാരിച്ചിരുന്നു. അവരോടുള്ള സംസാരത്തിലെ റെസ്പോൺസ് വളരെ പോസിറ്റീവായി തോന്നി. അവരാ പെൺകുട്ടിയെ നേരിട്ട് വിളിക്കുന്നു. പക്ഷേ അതുവരെ കൊടുത്തിരിക്കുന്ന പ്രാഥമികമായ പരാതിയിന്മേൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതുവരെ ഇതിനകത്തെ കൾപ്രിറ്റായ വ്യക്തിയെ അയാൾ നാട് കടക്കുന്നത് വരെ പോലീസ് നോക്കിയിരുന്നു. ഇനിയും ഇത് പ്രചരിക്കപ്പെടുന്നു. ആ പ്രചരിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രതിരോധം തീർക്കുവാൻ കേരള പോലീസ് കഴിഞ്ഞിട്ടുണ്ടോ? 2 പേരുടെ ഫോൺ വാങ്ങിച്ചു വെച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഒരിക്കൽ ഇന്റർനെറ്റിൽ എയർ ചെയ്യപ്പെട്ടിരുന്ന ഒരു കോണ്ടന്റിനെ അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം ഇത് ഏതോ 2 ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ കേരള പോലീസൊക്കെ എന്താണ് ചെയ്യുന്നത്? അതിനൊക്കെ അപ്പുറം ഏറ്റവും വിഷമമായി തോന്നുന്നത് ഈ നാട്ടിലെ DYFIയുടെ നേതാക്കന്മാരോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പം ജില്ലയിൽ നിന്നുള്ള CPM-ന്റെ യുവ നേതാവാണല്ലോ ശ്രീ മുഹമ്മദ് റിയാസ്, യുവാക്കളുടെ പ്രതിനിധിയാണല്ലോ. ഒരു യുവതിക്ക് നേർക്ക് ഇത്തരത്തിൽ ഒരു അതിക്രമം ഉണ്ടാകുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെ സമരം ചെയ്യാനായിട്ട് ആ ത്രിതല പഞ്ചായത്ത് സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രവണതയാണോ ശ്രീ മുഹമ്മദ് റിയാസ് അടക്കമുള്ള ജില്ലയിലെ CPM നേതാക്കന്മാർ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്ന മാതൃകയെന്ന് വ്യക്തമാക്കണം. ഈ വിഷയത്തിനകത്തുനിന്നല്ല, എല്ലാ വിഷയത്തിനകത്തും ഞങ്ങൾ ഇത്തരത്തിൽ വേട്ടയാടപ്പെടുന്ന ആളുകൾക്കൊപ്പമാണ്.